ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് മൃദംഗാവിഷിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉമാ തോമസിന് പരിക്കേറ്റതോടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. ആദായ നികുതി വകുപ്പും പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഒരു ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉമാ തോമസ് അവിടെ നിന്ന് അവർക്ക് ഏതാണ്ട് ഒരു ബാലൻസ് പോകുന്നത് പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. മൊത്തത്തിൽ നിന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബാലൻസ് പോയി താഴേക്ക് വീഴുകയാണ്. ആ സ്ഥലം കണ്ടാൽ തന്നെ അറിയാം, അവിടെ നിന്ന് തിരിയാനൊരു ഇടമില്ലാത്തൊരു സ്ഥലമല്ലേ, അവിടെ നിന്നാണ് അവർ വീണിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും താഴേക്ക് വീഴുന്ന ഒരു ഇടം തന്നെയാണത്. കാരണം ഈ കസേരയും ഒപ്പം തന്നെ സ്റ്റേജിൻ്റെ അറ്റവും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. കൂടി വന്നാൽ ഒരു 15 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ ഒക്കെ അകലം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വഴി നടന്നു പോകുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. ഉമാ തോമസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയെ കണ്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പൂർണിമ എന്ന് പറയുന്ന ഈ കേസിലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ 4ാം പ്രതി US പൗരത്വമുള്ള പൂർണിമ ഉമാ തോമസിന്റെ തൊട്ടടുത്തുണ്ട്. പൂർണിമയുടെ ദേഹത്ത് ഉമാ തോമസ് തട്ടുന്നത് പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഉമാ തോമസിന്റെ ബാലൻസ് അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. പിന്നീട് കൈവരിയിൽ പിടിക്കാൻ പോകുന്നു. അപ്പോൾ റിബൺ കൊണ്ടുള്ള കൈവരി ആയതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഉമാ തോമസ് അല്ല, ഏത് മനുഷ്യനാണെങ്കിലും അവിടെ അതേ സംഭവിക്കുള്ളൂ. അവർ നിലത്തേക്ക് വീഴുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ആണെങ്കിലും മറ്റാരാണെങ്കിലും, കാരണം നിന്ന് തിരിയാൻ പോലും അവിടെ ഒരു ഇടമില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ സംഘാടകർ ഇങ്ങനെ കസേര അവിടെ നിരത്തിയതെന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഒരു മനുഷ്യൻ ബോധപൂർവം വീഴുവാൻ അല്ലെങ്കിൽ ആരും വീഴാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. വീണാൽ തന്നെ വലിയ കാണാം 10-16 അടി ഉള്ള താഴ്ചയിലേക്കാണ് ഈ വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കാൻ കഴിയും, ഇങ്ങനെ കസേര ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വീഴും, അത് വലിയ അപകടം ഉണ്ടാക്കി വയ്ക്കുമെന്നുള്ളത്. ഇതുപോലും ചിന്തിക്കാതെ ഒരു സ്റ്റേജ് എന്തിന് നിർമ്മിച്ചു, അല്ലെങ്കിൽ അതിൽ കൈവരികളില്ലാതെ ഈ കസേര സമീപത്തായി എന്തിന് ഇട്ടു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. പക്ഷേ ഈ ഉമാ തോമസ് നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ വളരെ സന്തോഷവതിയായി അവിടെ എത്തുന്നു. ഒരു കസേര പിടിച്ച് അവിടെ ഇരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വരുന്നത്. അദ്ദേഹത്തെ ഒന്ന് വിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉമാ തോമസ് സംഘടനയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ അവരുടെ കാല് തെറ്റുന്നു, നിലത്തേക്ക് വീഴുന്നു. ആ വീഴ്ച കണ്ടാൽ ഭയന്നു പോകും. ആ ദൃശ്യങ്ങളും ആ നിലത്ത് ശരിക്കും സഹിൻ, ആരാണ് ഇങ്ങനെ കസേരയൊക്കെ അറേഞ്ച് ചെയ്തതെന്നാണ്. ഇങ്ങനെ ഒരുപക്ഷെ ഇത്തരത്തിൽ ബാരിക്കേഡ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും കസേര ഒന്ന് പുറകിലേക്ക് നീക്കിയിട്ട് അവിടെ ആളുകൾക്ക് മതിയായി നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം പറ്റില്ല. എനിക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ തോന്നുന്നത് ഉമാ തോമസ് മാത്രമല്ലേ വീണുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം മറ്റു പലരും വീഴാൻ സാധ്യതയുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത്. ഞാനത് തന്നെയാണ് പറഞ്ഞത് ലക്ഷ്മി. ഇതിപ്പോൾ ഉമാ തോമസ് അല്ല, സിറ്റി പോലീസ് കമ്മീഷണർ ആണെങ്കിലും താഴേക്ക് വീണേനെ. കാരണം അത്രയും ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി പോലും ഇല്ലാതെ ഇവരെന്തിനാണ് ഇങ്ങനെ ഈ റിബൺ കൈവരി വെച്ചതെന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. മാത്രമല്ല ഇത്ര ചേർത്ത് എന്തിനാണ് കസേര ഇട്ടത്, അതിന് പോലും ബോധമില്ലാത്ത മനുഷ്യരായിരുന്നു അവിടെ ഈ സ്റ്റേജ് നിർമ്മാണത്തിനും ഗിന്നസ് ബുക്ക് റെക്കോർഡൊക്കെ നേടാൻ വേണ്ടി വന്നത് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾ ഇപ്പോൾ കസേര നിരത്തുന്ന ഒരാൾ അങ്ങനെ നിരത്തിയെന്ന് വരാം, പക്ഷേ ഇത് കാണുന്ന ആളുകൾക്കൊരു ബോധം വേണമല്ലോ. ഇതുവഴി നടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ആളുകൾ താഴേക്ക് വീഴും, അത് വലിയ അപകടം ഉണ്ടാക്കി വയ്ക്കും എന്നുള്ള ഒരു ബോധം വേണമല്ലോ. അതിന് പോലും ബോധമില്ലാത്ത ഇത്രയധികം മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സിനിമാ താരങ്ങളടക്കം, സുജയ് വർഗീസ് അടക്കമുള്ള ആളുകളൊക്കെ. സുജയ് വർഗീസ് ഉമാ തോമസിന്റെ തൊട്ട് പിന്നിലായി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള പൂർണിമ, അമേരിക്കൻ പൗരത്വമുള്ള പൂർണിമ അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല സംഘാടകരെ മാത്രം പറഞ്ഞാൽ പോരാ ഇതിനകത്ത് സഹിൻ. നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇവരൊക്കെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് ചേറിട്ടിരിക്കുന്നതെന്ന്. ആർക്കും ഈ ഒരു ബുദ്ധി തോന്നിയില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ലക്ഷ്മി, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇത് കണ്ടിട്ട് നമ്മൾക്ക് തന്നെ ഇപ്പോൾ സ്വാഭാവികമായി ഈ ദൃശ്യങ്ങൾ കാണുന്ന നമ്മൾക്ക് തന്നെ ഒരു ഭയം തോന്നുന്നുണ്ട്. എങ്ങനെ ഇതുവഴി അവർ നടന്നു പോയി, അത്രയെങ്കിലും നടക്കാൻ എങ്ങനെ ഉമാ തോമസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഒരുപക്ഷെ ആദ്യ സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ആ കൈവരി വെച്ചിരിക്കുന്ന റിബൺ കൈവരിയിൽ ചവിട്ടേണ്ടതായിരുന്നു. അത് ഒരുപക്ഷെ ആദ്യ സ്റ്റെപ്പ് തന്നെ പാളിയാനേ. പക്ഷെ എന്തുകൊണ്ടോ 2-3 അടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
വീഴ്ചയാണ്. അപ്പോഴും ആ വീഴ്ചയെല്ലാം ഒരു ജസ്റ്റ് ചെറുതായി ഒന്ന് പിടിക്കാൻ ഒരു ഇടമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അത് ഉമാ തോമസിൻ്റെ ആ വീഴ്ച ഒഴിവാക്കാമായിരുന്നു. കൈവരി വെച്ചില്ലെങ്കിൽ അത് ആ കസേര ഒന്ന് പിന്നിലേക്കിടാനുള്ള ഒരു ബോധം അത് കാണിക്കാൻ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ലക്ഷ്മി, തീർച്ചയായും ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. അവിടെ സംഭവിച്ച അനാസ്ഥയുടെ ഒരു ഗൗരവം, അതിൻ്റെ ആഴം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ എന്നുള്ളതാണ്. അവിടെ ഒന്ന് നിന്ന് തിരിയാനിടമില്ലാത്ത സ്ഥലത്താണ് അങ്ങനെ കസേരയിട്ട്, അത്തരത്തിൽ അടുപ്പിച്ച കസേരയിട്ട് അതുവഴി മനുഷ്യരെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വീഴ്ച തന്നെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ദൃശ്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.